നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 19-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 5-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രവും വിശാഖം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്നത്തെ ദിവസമോ ശുഭദിനമാണ്. ബുധൻ പ്രവൃത്തികാരകനാണ്. പലരും ഞാൻ തന്നെ പല ആളുകളെ എനിക്ക് പരിചയമുള്ളവരെ കണ്ടിട്ടുണ്ട്. അവർ പറയും ബുധനാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ സ്ഥാപനവും ഞാൻ സുപ്രധാനമായിട്ട് എല്ലാം ചെയ്യണം, ഞാൻ ഒരു ജ്യോത്സ്യൻ്റെ കൂടി ചോദിക്കില്ല. കാരണം ബുധനെ അവർക്ക് അത്ര വിശ്വാസമാണ്. ബുധനിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ പരാജയപ്പെടില്ല എന്നാണ് അവർ പറയണേ. പലപ്പോഴും അവിടുത്തെ നക്ഷത്രവും മുഹൂർത്തമൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. ബുധൻ നല്ലവനാണ്. അപ്പോൾ എങ്കിലും ആ ബുധൻ്റെ പ്രത്യേകതയാണ്, ബുധൻ അങ്ങനെയാണെങ്കിൽ പോലും അന്നത്തെ നക്ഷത്രം കൊള്ളൂല്ലെങ്കിൽ പോലും ബുധൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ്. അതാണ് ബുധഭഗവാന്റെ പ്രത്യേകത. നമ്മളെ തൊഴിലിനെ, നമ്മളെ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ ബുധൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. മീനമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. സമ്പത്തും സൗഭാഗ്യവും അവരെ തൊഴിൽ വിജയവും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടം വരും, പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവർക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു വർഷം കൊണ്ട് തന്നെ സക്സസ് ആവും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാവിജയം ഉണ്ടാവും. ഉപരിപഠനത്തിന് പുറത്തു പോകാനോ അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സഫലീകൃതമാകും. എല്ലാത്തിനും കൊള്ളാം. അപ്പം നിങ്ങൾ ഈ ഒരു വർഷക്കാലവും വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളണം. എല്ലാ വർഷവും ഇതുപോലെ കിട്ടണമെന്നൊന്നുമില്ല. കിട്ടിയ വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളണം. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ രാഹുകാലം പറയുന്നത് കാരണം എന്ത് കാര്യത്തിന് പോയാലും രാഹുവിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇഴച്ചിലുണ്ടാക്കും, പാമ്പ് നോക്കും, സർപ്പത്തിൻ്റെ ദൃഷ്ടി പതിയും. അതുകൊണ്ടാണ് രാഹുവിൽ നിന്ന് വിട്ട് പോകാൻ പറയണേ. അപ്പോൾ 12 തൊട്ട് രാഹുകാലം ആരംഭിക്കില്ല. 12:32 തൊട്ട് 2:02 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ അരമണിക്കൂറിലേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഗുളികനും യമകണ്ഠനും എല്ലാ ദിവസവും പ്രപഞ്ചം ഇവർക്ക് 2 പേർക്കുമായിട്ട് 1:30 മണിക്കൂർ വീതം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. 12 മണിക്കൂർ പകലുള്ളതിൽ ഈ 3 മണിക്കൂർ സമയവും അവർക്ക് വിട്ടുകൊടുക്കുക. അതിൽ കയറി കൈവയ്ക്കാതിരിക്കുക. കാരണം അവർക്ക് നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ്. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 11:02 തൊട്ട് 12:32 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 8:03 തൊട്ട് 9:32 വരെയും. ഈ സമയം ഒരു കാര്യങ്ങൾ ചെയ്യരുത്. നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ബുധനാഴ്ച ആയതുകൊണ്ട് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ട. ഉച്ച സമയത്തായതുകൊണ്ട് 12:08 തൊട്ട് 12:56 വരെയാണ് ഈ സമയം. രാഹുകാലം നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്കതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് വസ്ത്രധാരണമൊക്കെ ധരിച്ച് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രം ധരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക. പച്ച കളർ വസ്ത്രധാരണത്തിൽ പച്ച ഉൾപ്പെടുത്തുക. അത് പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഷാളായിട്ടോ കോട്ടായിട്ടോ എന്തായിട്ടിട്ടാലും മതി. ഇല്ലെങ്കിൽ തന്നെ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. കാരണം എന്താണ്, പ്രപഞ്ചത്തിൽ പച്ച, ഇന്ന് പ്രപഞ്ചത്തിൽ പച്ച കളറാണ് പ്രപഞ്ചത്തിൽ ഉള്ളത്. ഈ കളർ ഇടുമ്പോൾ ഈ കളർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കൂടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവും, ഉന്മേഷം ഉണ്ടാവും, നമ്മൾ ആക്റ്റീവാവും. ഇതിനൊക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.